ടിപ്പു സുൽത്താൻ മറ്റെല്ലാ രാജാക്കന്മാരെയും പോലെ യുദ്ധം ചെയ്തിട്ടുണ്ട്, മനുഷ്യരെ കൊന്നിട്ടുണ്ട്. രാജാവെന്ന നിലയിൽ രാജ്യം സംരക്ഷിക്കാനും രാജ്യാതിർത്തി വികസിപ്പിക്കാനുമായിരുന്നു അത്. 18-ാം നൂറ്റാണ്ടിൽ ആരും അതൊരു തെറ്റായി കണക്കാക്കിയിരുന്നില്ല. എന്നാൽ ഹിന്ദുത്വ വർഗീയവാദികൾ പ്രചരിപ്പിക്കുന്നത് പോലെ മതഭ്രാന്തനോ ഹിന്ദുവിരോധിയോ ആയിരുന്നില്ല ടിപ്പു. തന്റെ സമകാലീനരായ രാജാക്കന്മാരെക്കാൾ ടിപ്പു വളരെയേറെ പുരോഗമന വീക്ഷണമുള്ള രാജാവായിരുന്നു. ഒരു സാമൂഹിക പരിഷ്കർത്താവും ഭരണപരിഷ്കർത്താവുമായിരുന്നു ടിപ്പു. ഇന്ത്യയിലെ പല നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷ് ആധിപത്യത്തിന് വഴങ്ങിയപ്പോൾ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ സാമ്രാജ്യത്വ സാമന്തന്മാരെയും സഖ്യകക്ഷികളെയും വെല്ലുവിളിച്ച ചുരുക്കം ഭരണാധികാരികളിൽ ഒരാളാണ് ടിപ്പു. 1782 ഹൈദരലിയുടെ വിയോഗത്തോടെയാണ് മൈസൂർ ഭരണത്തിന്റെ ചുമതല ടിപ്പു സുൽത്താൻ ഏറ്റെടുത്തത്. 1799 ബ്രിട്ടീഷുകാരുമായുള്ള 4-ാം മൈസൂർ യുദ്ധത്തിൽ കീഴടങ്ങാൻ തയ്യാറാകാതെ സ്വന്തം കോട്ട സംരക്ഷിക്കാൻ പോരാടിയായിരുന്നു ടിപ്പുവിന്റെ വീരമൃത്യു. മരണം വരെ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധനായിരുന്ന ടിപ്പുവിന്റെ ചരിത്രം ബ്രിട്ടീഷ് ദാസരായിരുന്ന സംഘപരിവാർ ചരിത്രകാരന്മാരെ ചൊടിപ്പിച്ചതിൽ അത്ഭുതമില്ല. ടിപ്പു മലബാറിൽ ബ്രാഹ്മണ മേധാവിത്വത്തിനും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ നടത്തിയ നീക്കങ്ങളാണ് ഹിന്ദുമതത്തിനെതിരായ കടന്നാക്രമണമായി വ്യാഖ്യാനിക്കപ്പെട്ടത്. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശവും ബഹുഭർത്തൃത്വം നിർത്തലാക്കിയതും മദ്യനിരോധനവും ടിപ്പുവിന്റെ നയങ്ങളായിരുന്നു. ടിപ്പുവിനെ ക്ഷേത്രധ്വംസകനായി സംഘപരിവാർ മുദ്രകുത്തുമ്പോൾ മലബാറിലെ മിക്ക ക്ഷേത്രങ്ങൾക്കും ടിപ്പുവിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചതിന്റെ ചരിത്രരേഖകളുണ്ട്. മൈസൂരിൽ സ്വന്തം കോട്ടകളിൽ ടിപ്പു പരിപാലിച്ച ഹിന്ദു ക്ഷേത്രങ്ങൾ ഇപ്പോഴും സംരക്ഷിത സ്മാരകങ്ങളാണ്. ടിപ്പുവിന്റെ പരിഷ്കാരങ്ങൾ സഹിക്കാനാവാതെ മലബാർ ഉപേക്ഷിച്ച് തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെട്ട ബ്രാഹ്മണ ജന്മിമാരുടെ ഭൂമി കുടിയാന്മാർക്ക് സ്ഥിരാവകാശമായി നൽകിക്കൊണ്ട് ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഭൂബന്ധങ്ങൾക്ക് ആദ്യമായി ഇന്ത്യയിൽ തിരുത്തൽ കുറിച്ച ഭരണാധികാരിയായിരുന്നു ടിപ്പു. കാർഷിക വ്യാപാര വ്യവസായ രംഗങ്ങളിലും ജന്മിത്വത്തെ വെല്ലുവിളിക്കുന്നതായിരുന്നു ടിപ്പുവിന്റെ പരിഷ്കാരങ്ങൾ. നാണ്യവിളകൾക്ക് നികുതി ഇളവും കുത്തകവില നിശ്ചയിച്ചും കർഷകരുടെ സുഹൃത്തായിരുന്നു ടിപ്പു. ഗതാഗത മേഖലയിലാകട്ടെ ആ കാലഘട്ടത്തിന് ചിന്തിക്കാനാവാത്ത രീതിയിൽ സമഗ്രമായ റോഡ് നിർമ്മാണ പദ്ധതിക്കും ടിപ്പു രൂപം നൽകിയിരുന്നു. അതുകൊണ്ടൊക്കെ കൊണ്ട് തന്നെയാണ് സംഘപരിവാർ മായ്ച്ചു കളയാൻ ദീർഘകാലമായി ശ്രമിച്ചിട്ടും ടിപ്പു ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.